ചോദ്യപേപ്പർ ചോർച്ച തടയുന്നത് ലക്ഷ്യം വെച്ചുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭയും ബിൽ പാസാക്കിയിരുന്നു. ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമെന്നും വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ അമിത്ഷാ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, അതേസമയം ഈ NT അടക്കം പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷ MP-മാർ ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും അതും തള്ളിക്കളഞ്ഞാണ് ഇന്ന് ബില്ല് രാജ്യസഭ പാസാക്കിയത്. വിവരങ്ങൾ ഉമ, എന്തായാലും 8 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിലും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബിൽ പാസാക്കിയിരുന്നു. ഇന്ന് രാജ്യസഭയിലും സമാനമായിട്ടുള്ള സാഹചര്യത്തിനിടയിലാണ് ശബ്ദ വോട്ടോടുകൂടി ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഈ ബില്ലിൽ പ്രധാനമായി വ്യവസ്ഥ ചെയ്യുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിചാരണ 3 മാസത്തിനകം പൂർത്തിയാക്കണം എന്ന ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ സംഘടിത കുറ്റകൃത്യം കണ്ടെത്തി കഴിഞ്ഞാൽ 10 കോടി രൂപ പിഴ ചുമത്തുന്നു എന്നതടക്കമുള്ള വ്യവസ്ഥകൾ, അതായത് 2024 കൊണ്ടുവന്ന ബില്ലിൽ ഭേദഗതി ചെയ്തുകൊണ്ട് 2024 നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് ശിക്ഷാ കാലയളവും പിഴത്തുകയും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ സഭയിൽ കൊണ്ടുവന്ന ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വലിയ തരത്തിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണം. അതോടൊപ്പം തന്നെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചതിലടക്കം ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും ഈ ഒരു അതിക്രമത്തിൽ ഉൾപ്പെടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നത് ആവശ്യപ്പെട്ടടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് രാജ്യസഭയിൽ അരങ്ങേറിയിരുന്നു. അതോടൊപ്പം തന്നെ ബില്ലിൽ നിരവധി ഭേദഗതികൾ പ്രതിപക്ഷത്ത് നിന്നും ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത വിശ്വാസ്യതയും ഇല്ലാത്ത NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു ഭേദഗതിയാണ് പ്രതിപക്ഷത്ത് നിന്നും ഉയർന്നു വന്നത്. പക്ഷേ അത്തരം ഭേദഗതികൾ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും പാസാക്കിയിട്ടുള്ളത്. ഉമ.